രണ്ട് ആശാന്മാരും ഉച്ചക്കത്തെ ഊണെല്ലാം കഴിഞ്ഞേച്ച് ഉണ്ടപ്പിടുത്തം മൽപ്പിടുത്തം. മാലയെ കടിക്കുന്നു, അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്നു, കൈ തുറയ്ക്കുന്നു. വളരെ വിഷമിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ജനലിലിങ്ങനെ ചാഞ്ഞിരുന്ന് കമന്ന് കിടന്ന് അതിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ആശാന്മാർ ഓടി രക്ഷപ്പെടും. അച്ഛന്മാരുടെ കളി കണ്ടോ ഉണ്ട മറച്ചിൽ കെട്ടി മറിഞ്ഞ് ഒരു ഭയങ്കര നേരം പോക്കാണ്. ഭയങ്കര രസം ഇതുങ്ങളുടെ കളി കാണാനായിട്ട്. ഭയങ്കര രസം. നമ്മുടെ സമയം പോകുന്നത് അറിയത്തില്ല. നമ്മളുടെ ടെൻഷനും നമ്മളുടെ സ്വകാര്യ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം കുറച്ച് നേരം നമുക്ക് മറക്കാൻ സാധിക്കും. ഇതുങ്ങളെ ഒന്ന് കണ്ട ഉരുട്ടിപ്പിടിച്ച് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഒരെണ്ണത്തിൻ്റെ പാല കയറി പിടിച്ച് കടിച്ച് പിന്നെ ഉണ്ടപ്പിടുത്തം മാൽപ്പിടുത്തം ചിരിച്ചുള്ള കച്ചവടം കഴിയും. എല്ലാവർക്കും ഒരു ഭയങ്കര രസമാണ് ഇതിങ്ങളുടെ കളി കാണാനായിട്ട്. നമ്മളുടെ നേരം പോക്ക് അല്ലേ. ഈ രണ്ട് കുഞ്ഞുങ്ങളുടെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. ഇതിൻ്റെ അമ്മ പൂച്ച ഏതാണ്ട് ഒരു കണ്ണൊക്കെ തെളിഞ്ഞ് ഒരുമാതിരിയൊക്കെ വലിപ്പമായി പാലുകൂടി മാറുന്നതിന് മുമ്പ് തീരെ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് തന്നെ അത് അപ്രതീക്ഷിതമായി. അത് എങ്ങോട്ട് പോയെന്നറിയില്ല. വല്ലോ പട്ടിയോ മറ്റെന്തെങ്കിലും മൃഗങ്ങളുടെ അറ്റാക്കിൽ ചത്തു പോകാം, അല്ലെങ്കിൽ വല്ലവരുമൊക്കെ വിഷം കൊടുത്തോ അല്ലെങ്കിൽ തല്ലി കൊന്നോ എങ്ങനെയെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആണോയെന്നും അറിയില്ല. ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ അതിനെ കാണാതായി. വല്ലാതെ അങ്ങ് വിഷമിച്ചു. കുഞ്ഞുങ്ങളങ്ങ് ആകെ കരച്ചിൽ നമ്മുടെ അടുക്കള വാതിലൊക്കെ വന്ന് അവിടെ വന്ന തള്ളയും കുഞ്ഞുങ്ങളും കിടക്കുന്നത്. അപ്പം അവിടെ എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന തള്ളയ്ക്ക് കൊടുക്കുമ്പോൾ ഇതുങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു സുപ്രഭാതത്തിൽ തള്ളയെ കാണാതായി. പിന്നെ നമ്മൾക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞങ്ങൾ പിന്നെ അതിന് ഫുഡൊക്കെ കൊടുത്ത് അപ്പോൾ ആദ്യമൊക്കെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് മറ്റു പൂച്ചയൊക്കെ വന്ന് കഴിക്കുകയും കാക്കയും ഒക്കെ ശല്യപ്പെടുത്തുകയൊക്കെ ചെയ്തു. പിന്നെ അപ്പോൾ ഞാനൊരു കൂടൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുത്ത് അതിനകത്ത് വെച്ച് ഫുഡ് കൊടുക്കാൻ തുടങ്ങി. അതുപോലെ ഈ ഫുഡ് കൊടുക്കുമ്പം ഈ പാത്രത്തിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഈ പാത്രത്തോടെ കാക്ക കുത്തിക്കൊണ്ടങ്ങ് പറന്നു പോയി ദൂരെ എവിടെയെങ്കിലും കൊണ്ട് ഇട്ട് അവിടെ നിന്ന് കുശാലായിട്ട് തിന്നിട്ട് അങ്ങ് പാത്രമൊക്കെ അവിടെ ഇട്ടേച്ചിങ് പോരും. അങ്ങനെ പിന്നെ ഞങ്ങൾ വീണ്ടും പാത്രങ്ങളൊക്കെ സംഘടിപ്പിച്ച് അതിനകത്ത് കൊടുത്ത് അതിനകത്ത് കെട്ടിയിട്ട് പാത്രത്തിലൊരു ചെറിയൊരു സുഷിരമിട്ട് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് കയറ് കെട്ടി അത് പിന്നെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കി നിൽക്കണം. മറ്റ് ശല്യങ്ങൾ അത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അത് കഴിക്കുന്നത് വരെ വെയിറ്റ് ചെയ്ത് അതിനെ കൊണ്ട് കഴിപ്പിച്ചതിന് ശേഷം ആണ്. ഇച്ചിരി മെനക്കേടാ. പിന്നെ കൊച്ചു കുഞ്ഞുങ്ങളല്ല, അവരുടെ ഒരു കാക്കക്കേട് നമ്മൾ മാറ്റി കൊടുക്കുക എന്നൊരു മനുഷ്യത്വം ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങ് ചെയ്തു. അതിലിപ്പം മിടുക്കന്മാരായി 2 പേര്. ഇപ്പം കണ്ടില്ലേ, അങ്ങോട്ട് പിടിക്കുന്നു ഇങ്ങോട്ട് പിടിക്കുന്നു, വല കടിക്കുന്നു. ഭയങ്കര രസമാണ് ഉണ്ടപ്പിടുത്തം. അപ്പം ഞങ്ങളിങ്ങനെ പിന്നെ നല്ല ഫുഡൊക്കെ കൊടുക്കും. മീനൊക്കെ മേടിച്ചാൽ തലയൊക്കെ വെട്ടി മാറ്റി ഒക്കെ വെച്ചിരിക്കും. ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചിട്ട് സമയാസമയങ്ങളിൽ എടുത്ത് കൊടുക്കും. അത് അങ്ങനെ ഇപ്പം മിടുക്കന്മാരെ ആഹാരത്തിനൊന്നും ഒരു കുറവുമില്ല. നല്ല പുഷ്ടിമാന്മാരായിട്ടിരിക്കുന്നത്. കുഴപ്പമില്ല. അങ്ങനെയാണ് ഇതുങ്ങളുടെ കഥ.